ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഫേമസ് ആയിട്ടുള്ള ചിക്കൻ കാബിരി റൈസാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള 2 രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നൈസാക്കി കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. കാബരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. 1 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ജ്യൂസിന് എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ക്യാരറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത്. മസാലയ്ക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. 2 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കപ്സ മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കൻ സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി പാകം പരുവത്തിലായിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പുതിനയും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് ഊറ്റിയ റൈസ് ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി ഞാൻ റൈസിൽ നിന്ന് മാറ്റിയിട്ടില്ല, തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം റൈസിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും പുതിനയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാതെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം അരമണിക്കൂർ ചെറു തീയിൽ ദം ചെയ്തെടുക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇത് 2 രീതിയിൽ വിളമ്പാൻ പറ്റും. ചിക്കനും റൈസും സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ വിളമ്പാൻ പറ്റും. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വിളമ്പിയിട്ടുള്ളത്. ഏത് രീതിയിൽ വിളമ്പിയാലും നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.